ജോലി ചെയ്യുകയും തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രൊഫഷണലുകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ IT ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തു വരുന്നത്. അമേരിക്കൻ ഗ്രീൻ കാർഡ് നേടുന്നതിനുള്ള പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടുതൽ സമയമെടുക്കുന്നതുമായ ആദ്യ ഘട്ടമാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന്റെ PERM ലേബർ സർട്ടിഫിക്കേഷൻ. നിലവിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ 1 വർഷത്തിലധികം സമയമെടുക്കുന്നുണ്ട്. എന്നാൽ ഈ കാത്തിരിപ്പ് വെറും 30 ദിവസമാക്കി കുറയ്ക്കാൻ സഹായിക്കുന്ന പുതിയൊരു പ്രീമിയം പ്രോസസ്സിംഗ് ബിൽ US കോൺഗ്രസിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. PERM ബാക്ക്ലോഗ് റിഡക്ഷൻ ആക്ട് ഓഫ് 2026 അഥവാ HR 10051 എന്നാണ് ഈ ബില്ലിന്റെ പേര്. റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് അംഗങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ബൈ പാർട്ടീഷൻ ബില്ലാണിത്. എന്താണ് PERM? 30 ദിവസത്തിനുള്ളിൽ ഇത് എങ്ങനെ പൂർത്തിയാക്കാം? എത്രയാണ് ഫീസ്? ഏറ്റവും പ്രധാനമായി ഇത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് എങ്ങനെ സഹായകമാകും എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം നിലവിലെ പ്രശ്നം മനസ്സിലാക്കാം. ഒരു അമേരിക്കൻ കമ്പനി ഒരു വിദേശ ജീവനക്കാരന് തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡ് സ്പോൺസർ ചെയ്യുമ്പോൾ ആദ്യം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിൽ നിന്ന് PERM അതായത് ഫോം ETA 9089 അപ്രൂവൽ നേടണം. ഇതിനായി ആ ജോലിക്ക് യോഗ്യരായ അമേരിക്കൻ തൊഴിലാളികൾ ലഭ്യമല്ലെന്ന് തൊഴിലുടമ തെളിയിക്കണം. ഇതിനായി റിക്രൂട്ട്മെന്റ് നടപടികളും നടത്തണം. എന്നാൽ ഇപ്പോൾ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ വലിയ കാലതാമസമാണ് നേരിടുന്നത്. 2026 ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് 2025 സെപ്റ്റംബറിൽ ഫയൽ ചെയ്ത അപേക്ഷകളാണ് ഇപ്പോൾ പ്രോസസ് ചെയ്യുന്നത്. അതായത് ഏകദേശം 372 ദിവസത്തെ കാത്തിരിപ്പ്. ലളിതമായി പറഞ്ഞാൽ 1 വർഷത്തിലധികം സമയം. ഈ നീണ്ട കാത്തിരിപ്പ് കാരണം പല വിദേശ പ്രൊഫഷണലുകളുടെയും വിസ കാലാവധി അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ഗ്രീൻ കാർഡ് പ്രക്രിയ വൈകുകയും ചെയ്യുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായാണ് പുതിയ ബില്ല് മുന്നോട്ട് വന്നിരിക്കുന്നത്. ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം 30 ദിവസത്തെ പ്രീമിയം പ്രോസസ്സിംഗ് ആണ്. തൊഴിലുടമകൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷണൽ പ്രീമിയം പ്രോസസ്സിംഗ് സംവിധാനം PERM അപേക്ഷകർക്കായി കൊണ്ടുവരാനാണ് നിർദ്ദേശം. ഇതനുസരിച്ച് PERM അപേക്ഷ സമർപ്പിച്ചാൽ 30 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. ഇതിനായി തൊഴിലുടമ $1200 പ്രീമിയം പ്രോസസ്സിംഗ് ഫീസ് നൽകണം. ഇത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 1 ലക്ഷം രൂപ വരും. 2028 സാമ്പത്തിക വർഷം മുതൽ ഈ ഫീസ് പണപ്പെരുപ്പത്തിനനുസരിച്ച് പുതുക്കാനും ബില്ല് നിർദ്ദേശിക്കുന്നു. ഇതിലെ മറ്റൊരു പ്രധാന കാര്യം ഈ സംവിധാനം സെൽഫ് ഫണ്ടഡ് ആയിരിക്കുമെന്നതാണ്. അതായത് ഈ പ്രീമിയം ഫീസിലൂടെ ലഭിക്കുന്ന പണം ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സാങ്കേതിക വിദ്യ നവീകരിക്കാനും കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനും PERM അപേക്ഷകളുടെ ബാക്ക്ലോഗുകൾ കുറയ്ക്കാനും മാത്രമായിരിക്കും ഉപയോഗിക്കുക. ഇതിനായി നികുതിദായകരുടെ പണം ഉപയോഗിക്കില്ല. ഇനി അമേരിക്കൻ തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡ് പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ നൽകുന്ന PERM ലേബർ സർട്ടിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ ഘട്ടം USASൽ സമർപ്പിക്കുന്ന ഫോം I-140 ആണ്. മൂന്നാമത്തെ ഘട്ടം വിസ ബുള്ളറ്റിനിലെ തീയതി എത്തിയ ശേഷം സമർപ്പിക്കുന്ന ഫോം I-485 ആണ്. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടമായ I-140ക്ക് പ്രീമിയം പ്രോസസ്സിംഗ് ലഭ്യമാണ്. അതിനായി അധിക ഫീസ് നൽകിയാൽ 15 ദിവസത്തിനകം ഫലം ലഭിക്കും. എന്നാൽ ആദ്യഘട്ടമായ PERMന് ഇതുവരെ പ്രീമിയം പ്രോസസ്സിംഗ് സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ 1 വർഷത്തിലധികം സമയം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ ബില്ല് നിയമമായി മാറിയാൽ PERM ഘട്ടവും 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതോടെ ആദ്യ 2 ഘട്ടങ്ങളും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ കമ്പനികൾക്ക് സാധിക്കും. അതുമാത്രമല്ല പ്രീമിയം ഫീസ് നൽകാത്ത സാധാരണ അപേക്ഷകരുടെ പ്രോസസ്സിംഗിലും വേഗത്തിലാക്കാൻ ഈ സംവിധാനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം പ്രീമിയം ഫീസിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ലേബർ ഡിപ്പാർട്ട്മെന്റിന് പുതിയ ജീവനക്കാരെ നിയമിക്കാനാകും. കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും സാധിക്കും. എന്നാൽ ഈ ബില്ലിനെ കുറിച്ച് ചില പ്രധാന പരിമിതികളും മനസ്സിലാക്കണം. ആദ്യത്തേത് ഗ്രീൻ കാർഡ് കോട്ടയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബില്ല് PERM പ്രോസസ്സിംഗ് വേഗത്തിലാക്കും. പക്ഷേ രാജ്യങ്ങൾക്കുള്ള ഗ്രീൻ കാർഡ് കോട്ടയിൽ അതായത് കൺട്രി ക്യാപ്സിൽ ഈ ബില്ല് മാറ്റം വരുത്തുന്നില്ല. ഇന്ത്യക്കാർ നേരിടുന്ന പ്രയോറിറ്റി ഡേറ്റ് ബാക്ക്ലോഗിലും മാറ്റമുണ്ടാകില്ല. അതായത് PERM വളരെ വേഗത്തിൽ ലഭിച്ചാലും ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിന് വീണ്ടും കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. രണ്ടാമതായി റിക്രൂട്ട്മെന്റ് നിയമങ്ങളിലും ഇളവുണ്ടാകില്ല. അമേരിക്കൻ തൊഴിലാളികളെ കണ്ടെത്താനായി കമ്പനികൾ നടത്തുന്ന റിക്രൂട്ട്മെന്റ് നടപടികളും പത്രപരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിലവിലെ നിയമങ്ങളിൽ തന്നെ തുടരും. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോഴും ഒരു ബില്ല് മാത്രമാണ്. അതായത് ഇത് നിലവിൽ നിയമമായി മാറിയിട്ടില്ല. HR 10051 എന്ന ഈ ബില്ല് US ജനപ്രതിനിധി സഭയുടെ ഹൗസ് ജുഡീഷ്യറി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ആദ്യം ഹൗസിലും
പിന്നീട് സെനറ്റിലും പാസ്സാകണം. അതിനുശേഷം പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ ഇത് നിയമപരമായി മാറുകയുള്ളൂ. എങ്കിലും ഈ ബില്ല് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് അംഗങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളുടെയും പിന്തുണ ഈ ബില്ലിനുണ്ട്. പ്രധാന ബിസിനസ് ഇമിഗ്രേഷൻ കൂട്ടായ്മകളും ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിനാൽ ഇതിന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നു. വർഷങ്ങളായി വലിയ കാലതാമസം നേരിടുന്ന അമേരിക്കൻ ഗ്രീൻ കാർഡ് പ്രക്രിയയിലെ ഒരു പ്രധാന തടസ്സം നീക്കാൻ US കോൺഗ്രസ് നിയമനിർമ്മാണ തലത്തിൽ നടത്തുന്ന ശ്രമം എന്ന നിലയിൽ ഈ ബില്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. PRM പ്രോസസ്സിംഗ് സമയം 30 ദിവസമായി കുറയ്ക്കാൻ കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ ആശ്വാസമാകും. പ്രത്യേകിച്ച് അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവർക്കും ഇത് തൊഴിൽ സുരക്ഷിതത്തിലും ഗ്രീൻ കാർഡ് പ്രക്രിയയിലും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം വീണ്ടും ഓർക്കണം, PRM വേഗത്തിൽ ലഭിച്ചാലും ഇന്ത്യക്കാർ നേരിടുന്ന ഗ്രീൻ കാർഡ് പ്രയോറിറ്റി ഡേറ്റ് ബാക്ക്ലോഗുകൾ ഇതിലൂടെ ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഇത് ഗ്രീൻ കാർഡ് ഉടൻ ലഭിക്കുമെന്ന നിയമമല്ല. PRM ഘട്ടത്തിലെ നീണ്ട കാത്തിരിപ്പ് കുറയ്ക്കാനുള്ള നിർദ്ദേശം മാത്രമാണ്. വരും മാസങ്ങളിൽ ഈ ബില്ല് US ജനപ്രതിനിധി സഭയിൽ വോട്ടെടുപ്പിന് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നത് ഇമിഗ്രേഷൻ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അമേരിക്കൻ ഗ്രീൻ കാർഡ്, PRM പ്രീമിയം പ്രോസസ്സിംഗ് എന്നിവയെക്കുറിച്ചുള്ള വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.